ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണ ഒരു ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറോ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് അയച്ചു കൊടുക്കണം. പിന്നെ അവരൊന്ന് മനസ്സിലാക്കിയും കൂടി വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണതാണ്. മറ്റൊന്നുമല്ല, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് മുന്നേ ഇത് സംഭവിച്ചിട്ടുണ്ട്. റോഡിൽ ഭയങ്കര സൗണ്ട്, അതുകൊണ്ടാണ് മൈക്കെടുത്തത്. അപ്പോൾ ഇതിന് മുന്നേ ഇത് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ലാസ്റ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഒരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഔപചാരികമായിട്ട് നമ്മുടെ ഒരു പഴയൊരു സുഹൃത്തിനെ കാണുകയുണ്ടായി. എൻ്റെ ഇതിന് നമ്പർ ചോദിച്ച് വാങ്ങി. അപ്പോൾ ഞാൻ കൊടുത്തു. എനിക്കറിയാം ഫോട്ടോന് വേണ്ടിയായിരിക്കും, എനിക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കസ്റ്റമറിന് നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് വേറൊരാൾ വഴി കറങ്ങി വന്നൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് പെൻഡ്രൈവ് ഏൽപ്പിച്ച് ആ സമയത്ത് ഞാൻ 2 ദിവസം ലേറ്റ് ആക്കിയായിരുന്നു ഫോട്ടോ ചോദിച്ചപ്പോൾ. ശേഷം ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് ഇവരെന്ത് ചെയ്ത് ആ കസ്റ്റമറെ ടാഗ് ചെയ്ത് അങ്ങോട്ട് ഫോട്ടോ ഇൻസ്റ്റയിലോ എവിടെയൊക്കെ ഇട്ട്. പിന്നെ അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ചീത്ത എന്നെ വർക്ക് ചെയ്യിപ്പിച്ച ആളും കേട്ട്. അയാൾ ഫോട്ടോഗ്രാഫറൊന്നും അല്ലട്ടോ, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിനും ചീത്ത കേട്ടെന്നാണ് എനിക്കറിയുന്നത്. ഞാൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു, കാരണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. ഇത് ആദ്യമായിട്ടല്ല, പക്ഷേ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കൊടുത്തു പോണേ പരമാവധി കൊടുക്കാതിരിക്കാൻ ഇനി തൊട്ട് ഞാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ആണ് എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒന്ന് മനസ്സിലാക്കുക മറ്റൊരു സൈഡ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഫോട്ടോ തന്നെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. സമയമുണ്ടോ ഓർത്ത് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ ആ കസ്റ്റമറെ ടാഗ് ചെയ്തിടും. ചിലപ്പോൾ അവർക്കത് ചിലപ്പോൾ ഫോട്ടോ കിട്ടിയാലും നോക്കാനോ ഇരിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതിന് മുന്നേ ആയിരിക്കും ഇവർ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് ഒരു വഴക്കുണ്ടായി ചിലപ്പോൾ നമ്മളോട് പറയില്ല, നമ്മളായിട്ടുള്ള ബന്ധപ്പെടുത്ത്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ വർക്ക് പോകും. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിന് വർക്ക് പോകണ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് പരമാവധി ആ കസ്റ്റമറിൻ്റെ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങുക. ഇപ്പോൾ അല്ലാണ്ട് ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ചിലവർ സിംഗിൾസൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. സമയമുണ്ടെങ്കിൽ കേട്ടോ, കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ അത് പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയമുണ്ടെങ്കിൽ മാത്രമേ എടുത്ത് കൊടുക്കാറുള്ളൂ. പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ വേറൊരു കാര്യത്തിൽ അർത്ഥത്തിലെല്ലാം പറഞ്ഞ് നമുക്ക് ഈ ഇവരുടെ കസ്റ്റമറിൻ്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും വേണം ആ ടൈമിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഗ്യാപ്പ് കിട്ടി മാത്രമേ വല്ല സിംഗിൾസൊക്കെ എടുത്ത് കൊടുക്കാറുള്ളൂ. അത് അയച്ചു കൊണ്ടുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾക്ക് വഴക്കുണ്ടായിട്ടില്ല. നിങ്ങളായിട്ട് ടാഗ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങളുടെ കഞ്ഞിയോടി മുട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ആയാലും ഇപ്പോൾ മറ്റ് ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറോ സുഹൃത്തുക്കളുടെ ആയാലും അവരുടെ കഞ്ഞിയോടി മുട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ട് ഫോട്ടോ എടുക്കേണ്ടെന്നോ ചോദിക്കേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് പരമാവധി കസ്റ്റമറിൻ്റെ നിന്ന് തന്നെ ചോദിച്ച് വാങ്ങുക. ഇല്ലാത്ത പക്ഷം അവരുടെ ഒരു അനുവാദത്തോടുകൂടി ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറുടെ നമ്പറൊക്കെ മേടിച്ചു, പക്ഷേ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതിന് മുന്നേ ഒന്ന് അവരായിട്ടൊന്ന് ഡീൽ ചെയ്തിട്ട് ചെയ്യുക. കാരണം കഞ്ഞൂടി മുട്ടിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറായിട്ടുള്ള ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. അവരൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അവരും കൂടി ഇത് മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കട്ടെ. അവരുടെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയട്ടെ, അത്ര തന്നെ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു, ബൈ.